അങ്ങനെ അതിമനോഹരമായ ഒരു ബംഗ്ലാവ് പണി തീർത്തു എന്ന് മാത്രമല്ല, അവിടേക്ക് സുലേഖ അതാ 7 റൂമുകളും കടന്നു ചെന്നുകൊണ്ട് ഓരോ റൂമിലൂടെയും യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ കൊണ്ടുപോകുകയാണ്. ഒരു നബിയാരെ വിളിത്താരോ മഹിള ഒരുമിത്ത ഭവനത്തിൽ കടം താരോ പുരുഷിദൂതരെ കൂട്ടി നടം തമ്പിൽ പാറാവുകൾ 40 നിലപ്പിമ്പിൽ. പുതിയതായി ബിൽഡിങ് നിർമ്മിച്ചതായിരിക്കുന്ന ബിൽഡിങ്ങിലേക്ക് 40 അമത്തുകൾ വെള്ളാട്ടിമാരുടെ അകമ്പടിയോട് തോഴിമാരുടെ അകമ്പടിയോടുകൂടെ യൂസുഫിൻ്റെ പ്രത്യേകം അലങ്കരിച്ച റൂമിലേക്ക് അവർ കൊണ്ടാക്കുകയാണ്. അങ്ങനെ കൊണ്ടാക്കിയത് മാത്രമല്ല, അങ്ങനെ ബാക്കിലേക്ക് യൂസുഫ് സുലൈഖ തിരിഞ്ഞു നോക്കുമ്പോൾ ആരെയും കാണാനില്ല, വെള്ളാട്ടിമാരൊക്കെ പോയിക്കണം. പിന്നുള്ളത് സുലൈഖും യൂസുഫ് നബി അലൈഹി ഇസ്ലാമുമാണ്. അങ്ങനെ അരശിച്ചെന്നുടനകൈ പിടിത്തന്ന് മുഹമ്മദിർ തെറ്റി മുറികൊള്ള ബലിത്തൊന്ന് ബലി തെറ്റി ഉടൻ വാതിൽ അടൈത്താളെ നബിയെ മതത്തോടെ അവൾ കെട്ടി പിടിത്താനേ. അങ്ങനെ എല്ലാ റൂമുകളും ബന്ധാക്കി ലാസ്റ്റ് റൂമിൽ 7ാമത്തെ റൂമിലെത്തിയെന്ന് മാത്രമല്ല, സുലൈഖ തൻ്റെ ആവശ്യ നിർവഹണത്തിന് വേണ്ടി യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ കെട്ടിപ്പിടിച്ചു എന്ന് മാത്രമല്ല, ഈ സമയത്ത് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പണി ചെയ്യാണ്. എന്തത്? തുലങ്കും പൊന്നബിക്ക് 40 പേരെ ശഹ്വത്തൊരുവന്ന പൊളുതിട്ട് കൊടുത്താരേ. സുലൈഖാൻ്റെ മുഖം കൊള്ളെ നബി പാർത്തേ അപ്പോൾ സുമുഖിക്കുള്ള കാമ്പിൽ മതം മൂത്തേ. അപ്പോൾ അള്ളാഹു ചെയ്തൊരു പരീക്ഷണം, യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ പരീക്ഷിക്കുകയാണ്. 40 ആളുകളുടെ വികാരം യൂസുഫ് നബിക്ക് അപ്പം ഇട്ട് കൊടുത്തു. നമ്മളിപ്പോൾ ഒരു വികാരം കൊണ്ടാണ് ഈ കാട്ടിക്കൂട്ടുന്നത്, ഒരാളെ വികാരം കൊണ്ട് പരക്കമ്പായിന്. യൂസുഫ് നബിക്ക് 40 ആളുകളെ വികാര സമയത്ത് പരീക്ഷണാടിസ്ഥാനത്തിൽ അല്ലാണ്ട് ഇട്ടുകൊടുത്തു എന്ന് മാത്രമല്ല, സുലൈഖാൻ്റെ മുഖം കൊള്ളെ നബി പാർത്തേ അപ്പോൾ സുമുഖിക്കുള്ള കാമ്പിൽ മതം മൂത്തേ. കളറുകപ്പൂ നബിയാരിൽ പരം തൻ്റെ ബുർഹാൻ കനിന്തതാൽ ശഹ്വത്തുടനന്തേ. ഈ സമയം മഹാനായ യൂസുഫ് നബി അലൈഹി ഇസ്ലാം ഒരൊറ്റ നോട്ടം നോക്കിപ്പോയി. പക്ഷേ റൂമിൻ്റെ മൂലയിൽ മഹാനായ കവി മുത്തുക്കോയത്തങ്ങൾ പറയുന്നു, ബുർഹാൻ പരന്തൻ്റെ ബുർഹാൻ കനിന്തതാൽ. അത് പല അഭിപ്രായങ്ങളും പറയുന്നുണ്ടെങ്കിലും ഒരഭിപ്രായം ഞാനിവിടെ പറയാം. മഹാനായ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിൻ്റെ വാപ്പയായ ഉപ്പയായ യഅ്ഖൂബ് നബി അലൈഹി ഇസ്ലാം റൂമിൻ്റെ ഒരു മൂലയിൽ ചതിച്ചല്ലട മോനെ എന്നും പറഞ്ഞ് വിരൽ കടിച്ച് നിൽക്കുന്ന രംഗം മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാം കണ്ടപ്പോൾ വികാരൊക്കെ എവിടേക്ക് പോയി തന്നെ അറിഞ്ഞില്ല. ചുരുക്കി പറഞ്ഞാൽ അതിൽ നിന്ന് രക്ഷപ്പെട്ടു. അങ്ങനെ മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാം സുലൈഖയുടെ പിടുത്തത്തിൽ നിന്നും ഒരൊറ്റ പിടുത്തത്തിൽ നിന്നും കുടഞ്ഞു മാറി പുറത്തേക്ക് വരികയാണ്. സുലൈഖ പൂട്ടിയതായിരിക്കുന്ന പൂട്ടുകൾ മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തുറന്നത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയുന്ന ചാവി കൊണ്ടായിരുന്നു എന്ന് ഇവിടെ ചരിത്രം പറയുന്നുണ്ട്. അതാണ് കവി പറയുന്നത്. ഉടനെ സുലൈഖാൻ്റെ പിടുത്തത്തിന്ന് ഉളമില്ലിലെങ്കേറെ ഭയം കടന്ന് പടിവർ കുതിച്ചോടി കമീസ് ബിംബ പാറിയുടൻ ചാടി പിടിത്ത് അമ്പാൽ. അങ്ങനെ സുലൈഖ പിന്നാലെയും യൂസുഫ് നബി അലൈഹി സ്വലാം മുമ്പിലും ഭയങ്കരമായ ഓട്ട മത്സരം നടത്തുന്നത് പോലെ പെട്ടെന്ന് യൂസുഫിൻ്റെ ആ കുപ്പായത്തിൻ്റെ ബാക്കിലൊരു പിടുത്തം കിട്ടി. ആ പിടിച്ച് ഉറക്കിട്ട് കയറി. അതാണ് മറ്റൊരു കവി പറയുന്നത്, ആടിയോടി ഒപ്പം കൂടി കുപ്പായം കീറി എന്ന് മറ്റൊരു കവി പറയുന്നുണ്ട്. ഏതായാലും അങ്ങനെ പാടി മുടിക്കെട്ടും അഴിച്ച് കൊണ്ട് മാറും തുറന്നവൾ നിലക്കുന്നുണ്ട്. കൊടിയ ഇശുക്കോടെ നിലക്കുമ്പോതിൽ കോമാനസീസെത്തി തുറന്ന് വാതിൽ. അങ്ങനെ മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാം മുന്നോട്ടോടുന്ന 7 കവാടങ്ങളും തുറന്ന് 7ാമത്തെ കവാടത്തിലേക്ക് പുറത്തേക്ക് ചാടാൻ വേണ്ടി നിൽക്കുകയാണ്. ഈ സമയത്താണ് രാജാവായ യൂസുഫ് സുലൈഖയുടെ ഒറിജിനൽ ഭർത്താവായ
അസീസ് രാജാവ് കവാടത്തിന് തുറന്നു നോക്കുകയാണ്, കവാടത്തിൻ്റെ മുമ്പിലെത്തപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് സുലൈഖ ബാക്കിലും യൂസുഫ് നബി അലൈഹി സ്വലാം മുമ്പിലും. എന്താണ് സംഭവിക്കുന്നത് എന്നറിയണ്ടേ? അടുത്ത എപ്പിസോഡിൽ.